പാപ്പനംകോട്ടെ ഇൻഷുറൻസ് സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തം കൊലപാതകമെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ്. മരിച്ച വൈഷ്ണയുടെ രണ്ടാം ഭർത്താവ് ബിനു ആണ് മരിച്ച രണ്ടാമത്തെ ആളെന്ന് ഏകദേശം നിഗമനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ബിനു ഓഫീസിലേക്ക് കയറിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ജിബിൻ വിവരങ്ങൾ നൽകും. ജിബിൻ, ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത് കൊല്ലപ്പെട്ടത് ആരാണെന്ന് ഏകദേശം ഉറപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോലീസ് എത്തുകയാണല്ലേ? ഇവർ തമ്മിലുള്ള കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പകയുടെയൊക്കെ പ്രതികാരമാണോ ഇതെന്നാണോ പോലീസ് കരുതുന്നത്? അത് തന്നെയാണ് ഡിവീഷ്. ഏകദേശം 6 മാസക്കാലം മുൻപാണ് ഈ മരിച്ച വൈഷ്ണവയും അതുപോലെ തന്നെ മരിച്ചതായി കൂടെ മരിച്ച മറ്റൊരാളായി ആദ്യഘട്ടത്തിൽ സംശയം തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്ന ബിനു, ഇവർ തമ്മിൽ ഏകദേശം 6 മാസത്തോളം മുമ്പാണ് ഇവർ തമ്മിൽ വിവാഹിതരായതെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ അന്ന് രാവിലെയും ഈ സ്ഥാപനത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതായും ദൃക്സാക്ഷി മൊഴികളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ ആരാണ് ഇവിടേക്ക് എത്തിയതെന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി പോലീസ് സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചപ്പോഴാണ് ഏറ്റവും ഒടുവിലായി അവിടേക്ക് കയറിപ്പോയത് ബിനുവാണ് എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതിനുശേഷം ബിനു അവിടെ നിന്ന് തിരികെ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാമതായി മരിച്ചയാൾ ബിനു എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത്. എന്തായാലും ഈ കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ബിനുവിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ DNA സാമ്പിളുകൾ ശേഖരിക്കുന്ന അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു ഞെട്ടിക്കുന്ന സംഭവം ഇന്നലെ ഉണ്ടായ സമയത്ത് ആദ്യഘട്ടത്തിൽ മരണപ്പെട്ട രണ്ടുപേരും സ്ത്രീകളാണ് എന്നുള്ള ഒരു നിഗമനമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മൃതദേഹം പുറത്തേക്കെടുത്ത നാട്ടുകാർ പറയുന്നത് ഇതിൽ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഒരു പുരുഷനാണെന്നുള്ള കാര്യം നാട്ടുകാർ വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും അത്തരത്തിലൊരു വിവരത്തിൻ്റെ സ്ഥിരീകരണം വരുന്നത്. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ദിവസം തന്നെ, അതായത് ഈ സംഭവം ഉണ്ടായി ഇന്നലെ രാവിലെ ഇരുവരും തമ്മിൽ ഈ കടയിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടായി എന്നുള്ളൊരു വിവരമൊക്കെ തന്നെ പോലീസിന് സമീപത്തുള്ള കടക്കാർ മൊഴിയേറ്റ് നൽകുക. ആ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ബിനുവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോൾ ആദ്യം ബിനുവിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് ബിനുവിനെ കുറിച്ച് കൂടുതൽ കാര്യം അന്വേഷിച്ച ഒടുവിൽ ഇത് ബിനു തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ഡിവീഷ്.